അല്ല, ഇതാര്? സ്ഥലം MLA യോ? മാഡം. ഏയ്, എന്താ ദേവിക, എന്താ ഈ കാണിക്കുന്നേ? ദേവിക ജനപ്രതിനിധിയാ. ഇനി എത്രയോ പേരായിരിക്കും ദേവിയുടെ കാലിൽ തൊട്ടു തൊഴുന്നേ. എന്റെ നല്ല തുടക്കങ്ങളെല്ലാം ഇവിടെ നിന്നല്ലേ മാഡം? ഇവിടെ വന്ന ആദ്യ ദിവസങ്ങളിൽ മാഡത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറെ വിഷമിച്ചു. പിന്നെ മാഡത്തെ ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്ക് ശക്തമായ പിന്തുണ തന്നു. നന്ദുവിന്റെ തെറ്റിദ്ധാരണ മാറ്റി ഞങ്ങളുടെ ജീവിതം പഴയ പോലെയാക്കി. ഇലക്ഷനിൽ പ്രോത്സാഹിപ്പിച്ച് ഞങ്ങളുടെ കൂടെ നിന്നു. എല്ലാത്തിനും അപ്പുറം മകന് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ച് കൂടെ നിന്ന അമ്മ. മാഡത്തിന്റെ കാലിൽ തൊട്ടു തൊഴുന്നത് എനിക്ക് എപ്പോഴും സന്തോഷാ. അത് ശരി, വന്നേ കോഫി എടുക്കാം, വാ. അയ്യോ മാഡം, വേണ്ട മാഡം, എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. അതറിയാം, MLA അല്ലേ. പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? വാർത്തകളൊക്കെ അറിയുന്നുണ്ട്. ഉദ്ഘാടനങ്ങളും പ്രസംഗങ്ങളും നിറയെ ഉണ്ടല്ലോ പുതിയ MLAക്ക്. പക്ഷെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പഴയ MLA ആണ്. എന്നുവെച്ചാ? ഞാൻ തമാശ പറഞ്ഞതാ. അച്ഛനാ ഒക്കെ ചാർട്ട് ചെയ്യുന്നതും തീരുമാനിക്കുന്നതും ഒക്കെ. അച്ഛൻ പറയുന്നിടത്ത് പോയി പറയുന്നത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ എന്റെ ഡ്യൂട്ടി. അപ്പൊ ദേവികയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സിദ്ധാർത്ഥൻ സാറാണെന്നാണോ പറയുന്നത്? അതെ മാഡം, അതെനിക്കൊരു സൗകര്യമായി. ദേവിക, അച്ഛന്റെ സ്ഥാനത്തുള്ള ആളാണ് സിദ്ധാർത്ഥൻ സാർ. മുൻ MLA, അറിവുള്ള ആള്, ഒക്കെ ശരി തന്നെ. അദ്ദേഹത്തെ അനുസരിക്കുകയും വേണം. അത് പക്ഷേ വീട്ടിലും വീട്ടുകാര്യങ്ങളിലും മാത്രമായിട്ട് നിർത്തണം. നീ സ്വതന്ത്രമായിട്ട് ചിന്തിക്കണം. ദേവിക കെയർ ഓഫ് ദേവികയായിരിക്കണം. അല്ലാതെ ദേവിക കെയർ ഓഫ് സിദ്ധാർത്ഥനോ കെയർ ഓഫ് നന്ദനോ എന്തിന് കെയർ ഓഫ് അരുന്ധതിയോ ആവാൻ പാടില്ല. പഴഞ്ചൊല്ലില്ലേ, തണലത്ത് നിന്ന വളരില്ല. അത് സത്യവാ. വെയില് കൊള്ളണം, തന്നെ താൻ കാര്യങ്ങൾ ചെയ്യണം. ആരെങ്കിലും അനുസരിച്ച് നിന്നാ നീ കാര്യങ്ങളൊന്നും അറിയില്ല, വെറും ഒരു യന്ത്രമായി പോവും. സ്വയം തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കണം. മാഡം പറയുന്നത് നേരാ. വരട്ടെ, കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എന്തിനും ഞാൻ കൂടെ ഉണ്ടാവും. താങ്ക് യു മാഡം. അതിരിക്കട്ടെ, സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്ന വഴി എന്തോ അപകടം പറ്റിയെന്ന് വായിച്ചു. വണ്ടി ആരോ ഇടിച്ചുന്നോ? വിഷമുണ്ടാക്കുന്ന വാർത്തയായോണ്ടാ ഞാൻ പിന്നെ വിളിച്ചു ചോദിക്കാതിരുന്നേ. പ്രായമായ ഒരു സ്ത്രീയാ, ഒരമ്മ, രാധാമണി അമ്മ. അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, അവരിപ്പോ ഞങ്ങളുടെ വീട്ടിലുണ്ട്. ദേവിയുടെ വീട്ടിലുണ്ടെന്നോ? അവർക്ക് ബന്ധുക്കളൊന്നും അങ്ങനെ ഇല്ല മാഡം. അതുകൊണ്ട് ഞങ്ങൾ അവരെ വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ നിർത്തിയിരിക്കുക. അവര് സന്തോഷമായിട്ടിരിക്കുന്നു. നിന്നെക്കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു ദേവിക. എനിക്കും തെറ്റിയില്ല, രാമപുരത്തെ വോട്ടർമാർക്കും തെറ്റിയില്ല. മനുഷ്യസ്നേഹിയായ ഒരു MLA ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന. ഞാനൊന്ന് ഇറങ്ങട്ടെ മാഡം. മാഡത്തെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാ വന്നേ. ഒരു MLA വീട്ടിൽ വന്നിട്ട് ഒന്നും കഴിക്കാതെ പോവാന്ന് വെച്ചാ? MLA ദേവിക വരുമ്പോ കഴിച്ചിട്ടേ പോവും. പക്ഷെ ഞാനിപ്പോ വെറും ദേവികയാ. ഭക്ഷണം കഴിക്കാൻ ഇനി ഒരിക്കൽ വരാം. ഇറങ്ങട്ടെ മാഡം.